നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നേ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നേ. നമ്മൾ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുമല്ലേ, 20 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വീതം ഓരോ ദിവസവും ഞാൻ പഠിച്ച ട്രിക്സിലൂടെ. അപ്പോൾ കുറേ പേര് അതിൽ ചോദിച്ചതാണ് ഇംഗ്ലീഷ് പഠിക്കാൻ, നിങ്ങളുടെ ഓൾറെഡി റാങ്ക് ഫയൽ ഉണ്ടെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാനുള്ള നല്ലൊരു മെറ്റീരിയൽ സജസ്റ്റ് ചെയ്യാവോ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം നിങ്ങളോട് പറയുമ്പം ഏറ്റവും നല്ല മെറ്റീരിയൽ വേണ്ടേ കണ്ടുപിടിക്കാൻ. നിങ്ങൾ എന്തായാലും ഒരു ബുക്ക് വാങ്ങുന്നുണ്ട്, അപ്പോൾ ഏറ്റവും നല്ലത് വേണ്ടേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം മുന്നേ എൻ്റെ കയ്യിൽ കിട്ടിയൊരു പുസ്തകമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, നമ്മൾ പൊതുവേ ഇപ്പം റാങ്ക് ഫയൽ ആണെങ്കിലും അല്ലാതെ ഇംഗ്ലീഷിൻ്റെ ബുക്കൊക്കെ വാങ്ങുമ്പോഴും ഇംഗ്ലീഷ് ഗ്രാമർ ആയാലും വൊക്കാബുലറി ആയാലും ഫുൾ ഇംഗ്ലീഷിലായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പ് ഉണ്ടെങ്കിൽ, ഇപ്പം ഇംഗ്ലീഷ് ഒന്നും വലുതായിട്ട് അറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മാത്രമേ അതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റൂ. ഇംഗ്ലീഷ് ഇപ്പം നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ വേറെ ആരുടെയും ഹെൽപ്പ് വേണ്ട, ജസ്റ്റ് വായിച്ച് പഠിച്ചാൽ മതി. അപ്പോൾ മലയാളത്തിലും കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം മലയാളത്തിൽ ഇതെങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുക, നമ്മുടെ ലാംഗ്വേജ് മലയാളമാണല്ലോ, മലയാളമാണ് നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ. അപ്പം മലയാളത്തിലും കൂടി ഇതിലെ സെൻറ്റൻസ് അല്ലെങ്കിൽ ഇതിലെ റൂൾസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ എൻ്റെ ചില ബുക്കിൽ നിന്നൊക്കെ ഞാൻ കണ്ടെത്തിയ പോരായ്മകളൊക്കെ മാറ്റിയെടുത്ത ഒരു പുസ്തകമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയൊരു ബുക്കാണ്. അപ്പോൾ ഈ സാറിനെ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ അക്കാഡമിയിൽ ഇംഗ്ലീഷ് എടുക്കുന്ന ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള അധ്യാപകനാണ് ജാഫർ സാദിഖ് എന്ന് പറഞ്ഞ സാറ്. അപ്പോൾ സാറ് പ്രിപ്പയർ ചെയ്ത സോഡിയാക് PSC അക്കാഡമി പബ്ലിഷ് ചെയ്തൊരു ബുക്കാണ്. ഇതിന്റെ പ്രത്യേകത ഇംഗ്ലീഷ് ഗ്രാമർ, വൊക്കാബുലറി, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ 3 സെഷനായിട്ടാണ് ഈ ഒരു പുസ്തകം കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ സിലബസ് ഓറിയന്റഡ്, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അങ്ങ് കടൽ പോലെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ നമ്മുടെ സിലബസ് ഓറിയന്റഡ്, നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് വേണം, അതാണല്ലോ, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടി നമുക്ക് ജോലി കിട്ടണം, അതല്ലേ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഇംഗ്ലീഷ് ഗ്രാമറാണ് ആദ്യം കൊടുത്തേക്കുന്നത്. അതും അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ബുക്കിലെ കണ്ടന്റ് എന്തായാലും കാണിച്ചു തരാം. നിങ്ങൾക്ക് ബുക്കിലെ കണ്ടന്റ് ഞാൻ പറയുന്നേക്കാളും കണ്ടന്റ് കാണുമ്പോൾ ആണല്ലോ എന്തൊക്കെ ഉണ്ടെന്ന് അറിയുന്നത്. എന്തായാലും ഞാൻ കണ്ടന്റ് കാണിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് പറയാം. ഈ ബുക്കിൽ ആദ്യം ഗ്രാമർ സെഷൻ കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് വൊക്കാബുലറി കൊടുത്തിട്ടുണ്ട്, പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഈ ഗ്രാമർ സെഷനിലില്ലേ, ഇപ്പം ഫോർ എക്സാമ്പിൾ ടെൻസ് എടുക്കുവാണ്. ടെൻസ് 3 കാലങ്ങൾ, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. എന്നിട്ട് പ്രസന്റ് ടെൻസ് എടുത്തു. പ്രസന്റ് ടെൻസിൽ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, അങ്ങനെ. ഇപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് എടുത്തു, അത് മലയാളത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണ് എപ്പോഴൊക്കെയാണ് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്, ആ വക കാര്യങ്ങളൊക്കെ മലയാളത്തിലും പിന്നെ ഇംഗ്ലീഷിലും, അങ്ങനെ ഓരോന്നും അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ആ സിമ്പിൾ പ്രസന്റ് ടെൻസ് കഴിഞ്ഞിട്ടേ ആ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ പറ്റി ആ ഒരു ഭാഗത്ത് നിന്ന് PSC ചോദിച്ചുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അത് ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ചോദിച്ചത്, അങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് എല്ലാ പോർഷൻസും കൊടുത്തേക്കുന്നത്. ടെൻസ് മാത്രമല്ല, എല്ലാം. ഇപ്പൊ ആക്റ്റീവ് വോയിസ് ആയാലും പാസീവ് വോയിസ് ആയാലും കോൺകോഡ് ആയാലും. ഈ കോൺകോഡിനെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഒരു റൂള് കഴിഞ്ഞിട്ട് ആ റൂളിൽ നിന്ന് എങ്ങനെയാണോ PSC ക്വസ്റ്റ്യൻ ചോദിച്ചത്, എന്ന് വെച്ചാൽ PSC ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ, അത് ക്വസ്റ്റ്യൻ ആൻസർ നല്ല തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യൻസ് തന്നിട്ട് നമ്മളെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കാം. അതായത് ഇപ്പൊ കോൺകോഡ് ഫുള്ള് ഇങ്ങനെ ഓരോ റൂൾ എടുത്തിട്ട് ഓരോ റൂള് കഴിഞ്ഞ് അതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിട്ടേ അവസാനമാണ് ഇതിന്റെ ആൻസേഴ്സ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള രീതിയിൽ പരീക്ഷാ രീതിയിൽ എഴുതി നോക്കാൻ വേണ്ടി പറ്റും. ഒരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പം ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർക്ക് പോലും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും, അതുപോലെ നിങ്ങൾക്ക് പിന്നെ ഇംഗ്ലീഷിൽ വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ലാസ്റ്റ് സെഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയാലും ഓരോ ടോപ്പിക് വൈസാണ് കൊടുത്തേക്കുന്നത്. അതായത് ആദ്യം ടെൻസ് എടുത്തു. ടെൻസിൽ PSC ഇന്നേ വരെ ചോദിച്ച 25 വർഷം എന്ന് വെച്ചാൽ 25 വർഷം വരെ PSC ചോദിച്ച ചോദ്യങ്ങളുണ്ട്. അതായത് 1/4 നൂറ്റാണ്ടിൽ PSC നടത്തിയ PSC പരീക്ഷകളിലെ ചോദ്യങ്ങൾ ഇതിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നില്ലേ ഡിഗ്രി പ്രിലിംസ്, അതിന്റെ വരെ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയതാണ്. അതായത് 2022 ഡിഗ്രി പ്രിലിംസിന്റെ വരെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു പുസ്തകത്തിനകത്ത് ഉണ്ട്. പിന്നെ ഗ്രാമർ അങ്ങനെ കഴിഞ്ഞു. രണ്ടാമത്തെ സെഷൻ വൊക്കാബുലറി ആണ്. അപ്പോൾ വൊക്കാബുലറി സെഷനിൽ നമ്മളെ ഏറ്റവും കൂടുതൽ മാർക്കൊന്നും കിട്ടാത്തൊരു ഭാഗമാണ് സിനോണിംസ്, ആന്റോണിംസ്. അത് ഇപ്പം ഇംഗ്ലീഷ് നമ്മൾ നോവൽസ് വായിക്കുകയാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എപ്പോഴും ടച്ചുള്ള ആൾക്കാർ, ഹിന്ദു ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന ആൾക്കാർക്കൊക്കെ വൊക്കാബുലറി വലിയ പ്രശ്നമില്ല. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ ആണെങ്കിൽ എന്തായാലും മാർക്ക് പോകുന്നൊരു സെഷനാണ് ആന്റോണിമും സിനോണിമും. ഇവരെങ്ങനെ കൊടുത്തേക്കുന്നതെന്ന് അറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആന്റോണിം പറയാം. എ എന്ന് പറയുന്ന ലെറ്ററിൽ നമുക്ക് പഠിക്കേണ്ട ആന്റോണിംസ്, എന്നിട്ട് ആ ലെറ്ററിൽ നിന്ന് PSC ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ, അങ്ങനെ കൊടുത്തേക്കുന്നത്. PSC എന്ന് എടുത്ത് പറയുമെങ്കിൽ ഇത് PSCക്ക് മാത്രമല്ല,
UPSC എക്സാം ആയാലും SSC ആയാലും റെയിൽവേ ആയാലും ബാങ്ക് ആയാലും എല്ലാത്തിനും ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ബുക്ക് തന്നെ മതി. അവർ PSCയുടെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, ഈ പറഞ്ഞ എക്സാംസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ പറഞ്ഞു വലിച്ചു നീട്ടില്ല, നമുക്ക് എന്തായാലും പോയി കണ്ടന്റ്. ഇൻഡെക്സ് കണ്ടില്ലേ, പാർട്ട് 1 ഗ്രാമർ സെഷനിൽ ടെൻസസ്, മോഡൽ ഓക്സിലറി, കോൺകോഡ്, അങ്ങനെ നമുക്ക് ഗ്രാമർ സെഷനിൽ പഠിക്കേണ്ട എല്ലാ ഭാഗം. രണ്ടാമത്തെ പാർട്ടിൽ വൊക്കാബുലറി ആണ്, ഹോമോണിം, കോമ്പൗണ്ട് വേർഡ്, സിംഗുലർ, പ്ലൂറൽ, അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് പഠിക്കേണ്ട വൊക്കാബുലറി. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഞാൻ കാരണം പ്രീവിയസ് ക്വസ്റ്റ്യനും റിലേറ്റഡ് ഫാക്റ്റും കൂടുതൽ പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ, ടെൻസസ്, മോഡൽ ഓക്സിലറി, കോൺകോഡ്, നമുക്ക് പഠിക്കേണ്ട എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പാർട്ട് ഗ്രാമർ പാർട്ടാണേ. ഗ്രാമർ പാർട്ടിൽ ഫസ്റ്റ് ലെസൺ ടെൻസസ് ആണ്. അപ്പോൾ ടെൻസസ് കണ്ടോ, ഞാൻ പറഞ്ഞതുപോലെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. ടെൻസ് എന്നാൽ ക്രിയയുടെ കാലം എന്നാണ് അർത്ഥം. കാലങ്ങൾ 3 എണ്ണമാണ്. അങ്ങനെ ഓരോന്നും പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. എന്നിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് എടുക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസ് കണ്ടില്ലേ, മലയാളത്തിൽ എന്താണ് ഉദ്ദേശിച്ചിരുന്നത്, പിന്നെ ഇംഗ്ലീഷിൽ. അതുപോലെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും എക്സാമ്പിൾ അടക്കം കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് ചോദിച്ചാൽ അതുപോലെ ഏത് പരീക്ഷയ്ക്കാണോ ചോദിച്ചത്, അങ്ങനെയാണ് ഓരോന്നും കൊടുത്തേക്കുന്നത്. ഈ ടെൻസ് ഫുള്ള് പഠിച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്കിൽ കണ്ടോ 50 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മൊത്തം ടെൻസിൽ 50 ക്വസ്റ്റ്യൻ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ബാക്കിൽ. അപ്പോൾ നമുക്ക് ഇത് പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തൊരു എക്സാം പോലെ ചെയ്ത് നോക്കാൻ വേണ്ടി. ഇഡിയംസും കണ്ടോ മലയാളത്തിലും കൂടെ കൊടുത്തേക്കുന്നത്. അത് എന്ത് ഹെൽപ്പാണെന്നറിയോ ഈ മലയാളത്തിൽ കൊടുത്തേക്കുമ്പോൾ. നമ്മൾ സാധാരണ ഇംഗ്ലീഷിലുള്ളത് മലയാളത്തിലേക്ക് അർത്ഥം വീണ്ടും എടുത്ത് വെച്ച് നോക്കുമല്ലേ, ഇത് മലയാളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യം, ഇഡിയംസ് ആയാലും ആ ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യം, അങ്ങനെയാണ് എല്ലാ പോർഷനും അറേഞ്ച് ചെയ്തേക്കുന്നത്. സെഷനായിട്ട് എന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റിന്റെ 3ാമത്തെ പാർട്ടായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ടെൻസ് എടുത്തു. ടെൻസ് കണ്ടോ, ടെൻസിൽ PSC ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഫുള്ള് കൊടുത്തേക്കുന്നത്. ഏത് എക്സാമിനാണ് ചോദിച്ചിട്ടുള്ളത് അതടക്കം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഏകദേശം 392 ക്വസ്റ്റ്യൻസ് ഉണ്ട് ടെൻസിൽ നിന്ന് തന്നെ. പിന്നെ രണ്ടാമത്തെ സെഷൻ വന്നിട്ട് മോഡൽ ഓക്സിലറി, അതിൽ നിന്ന് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ, അങ്ങനെയാണ് എല്ലാം കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ബുക്കിന്റെ കണ്ടന്റ്സ് എല്ലാം കണ്ടല്ലോ. അപ്പോൾ പുസ്തകം വാങ്ങണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ബുക്ക് വാങ്ങാം. അപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം അവൈലബിൾ ആണ്. ഡയറക്റ്റ് ആയിട്ട് ഇവരുടെയൊന്നും നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ബുക്കിന്റെ ആക്ച്വൽ പ്രൈസ് 595 രൂപയാണ്. പക്ഷേ ഇങ്ങനെ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇവരുടെ നിന്ന് ഡയറക്റ്റ് ആയിട്ടൊക്കെ വാങ്ങുവാണെങ്കിൽ 535 രൂപയ്ക്ക് കിട്ടും. അല്ലാതെ നിങ്ങൾക്ക് ഷോപ്സിലൊക്കെ പോയി വാങ്ങണമെങ്കിൽ ഷോപ്സിലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു ബുക്കാണ്. കാരണം എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു ഒറ്റ ബുക്ക് കിട്ടുവാണെങ്കിൽ അത് നല്ലതല്ലേ. ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക്